അപേക്ഷിക്കുകയാണ് ഗവൺമെന്റിനോട് അദാനി എടുത്ത് ഞങ്ങളുടെ കിടപ്പാട് ഞങ്ങൾക്ക് തരിക. ഈ പ്രോജക്റ്റ് എന്തെങ്കിലും നാടിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൊതുസ്ഥലങ്ങളുണ്ട്, വയലും കരയുണ്ട്, എവിടെയെല്ലാം പദ്ധതിയും കാര്യങ്ങളുണ്ട്. ഈ 19 വീടിനെ മാത്രം ഫോക്കസ് ഈ ഏരിയയിൽ മാത്രം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഇത് ചെയ്യുന്നവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. കാരണം ഒരു വിഭാഗം ജനത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാനും നശിപ്പിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും ഇതിനെ കണ്ടുകൂടാന്നില്ല. നേരത്തെ വല്ലാർപാടം അവിടത്തേക്ക് സ്ഥലങ്ങൾ കൂടി ഒഴിപ്പിച്ചു. അവർക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ആശങ്ക തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഒഴിപ്പിച്ച് വിടുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കില്ല എന്നത് എന്ത് ഉറപ്പാണുള്ളത്. കടലുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ മേലിൽ പോയാൽ വിളവെട്ടാൻ ഞങ്ങൾക്കറിയോ? ഈ വിളവെട്ടുന്നവരെ കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ അവർക്കറിയോ? ഇന്നാണ് പറഞ്ഞത് കടലിൽ നിന്നാണ് സ്ഥലം എടുക്കുന്നത്, കരയിൽ നിന്ന് ഒരു വീട് പോലും ഒഴിപ്പിക്കില്ല എന്നാണ് ഇവിടെ തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പം കടലിൽ നിന്ന് എടുക്കുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗം ബുദ്ധിമുട്ടിച്ച് ഞങ്ങളുടെ വീടുകളെ എടുക്കാൻ വേണം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം കോട്ടപ്പുറത്താണ്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റിയിലേക്കുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 18 വീടുകളിലായി 38 കുടുംബങ്ങൾ ആഘാതബാധിതരായി തുടരുന്ന വിഴിഞ്ഞം തുറമുഖത്തോട് ചേർന്ന കോട്ടപ്പുറം ഭാഗത്താണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം സോണൽ ഓഫീസിൽ ചേർന്ന ആദ്യ പബ്ലിക് ഹിയറിംഗിൽ ആഘാതബാധിതരായ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ആകുലതകൾ പങ്കുവച്ചിരുന്നു. ഇന്ന് അവർ നേരിട്ട് നമ്മളോട് സംവദിക്കുകയാണ്. അവരുടെ ആശങ്കകൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ് എന്നത് അവർ തന്നെ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ്. ആൻറ്റിയുടെ പേരെന്താണ്? അമലദാസേ. അമ്മിണി. അപ്പം നിങ്ങൾ ഇവിടെ ജനിച്ച് വളർന്നവരാണ്. പെട്ടെന്നൊരു നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറണം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആശങ്കകളാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്? ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടം തന്നെ. പിള്ളേരെ പഠിക്കാൻ വേണ്ടി പണിക്ക് പോകുന്നത് ഇതുപോലെ സൗകര്യം ഞങ്ങൾക്ക് കിട്ടൂല. ഞങ്ങൾക്ക് കടലാണ് നിങ്ങൾ സ്വത്ത്. ആ കടൽ പോയാൽ ഞങ്ങൾക്ക് എവിടെ പോയി ജീവിക്കും? ഞങ്ങൾ എവിടെയും പോയാലും ഞങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റൂല. പണിക്ക് പോയിട്ട് പെട്ടെന്ന് എളുപ്പം ഒരു മീൻ കൊണ്ടുവന്ന് വേവിക്കാൻ പറ്റൂല. ഇതാണ് ഞങ്ങൾ ചെയ്യുക. അപ്പം ഏകദേശം 2 ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ രൂപരേഖ നിങ്ങൾക്ക് ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല, കിട്ടിയിട്ടില്ല. അറിയില്ല. അറിയുന്ന പറയുമ്പോൾ ഇപ്പോൾ ഈ പെട്ടെന്നും ഇരുന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർ ഒരു പേരെഴുതി കൊണ്ടുപോകുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും റെയിൽവേ വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പേപ്പർ കളക്ടർ ഓഫീസിൽ നിന്ന് വരും. അങ്ങനെ പെട്ടെന്ന് ഇരുന്ന ഉടനെയാണ് ഒരു കത്ത് വരുന്നത്, 19-ാം തീയതി ഹിയറിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്കതൊരു ധാരണ പോലും ഇല്ല. അപ്പോൾ അതാണ് ഞങ്ങൾക്കിവിടെ കൂടുതലുള്ളത്. ഇതിനു മുമ്പ് ഇവിടുത്തെ ജനവാസ മേഖലയിലൂടെ ആയിരുന്നില്ല ഈ റെയിൽവേ കണക്ടിവിറ്റി എടുക്കണം എന്ന് സർക്കാർ പറഞ്ഞിരുന്നത്, അല്ലേ? പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ ഏകദേശം 17 വീടുകളാണ് നശിക്കുന്നത്. അതുപോലെ 38 കുടുംബങ്ങളാണ് അതുവഴി ഇവിടെ നിന്ന് പോകേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് പിന്നീട് സർക്കാർ ഈ സ്ഥലം ഇവിടെ നിന്ന് തന്നെ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേ കണക്ടിവിറ്റിക്ക് നൽകേണ്ടി വരും എന്ന് പറയുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങൾ ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു അടുത്ത മാസം 14-ാം തീയതി ഞങ്ങൾ വിളിച്ച് അവരോട് ഞങ്ങൾ ഇത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലൂടെ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ഉറപ്പായിട്ട് ഞങ്ങൾക്കറിയില്ല എന്താണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ കൊടുക്കാനായിട്ട് താല്പര്യമില്ല ഞങ്ങൾക്ക്. അത് തന്നെയാണ് ഞങ്ങളുടെ. അതുപോലെ തുറമുഖ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയുള്ള വീടുകളിലെ 50% ആൾക്കാർക്ക് ജോലി നൽകുമെന്ന് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആ സമീപവാസികൾക്ക് അങ്ങനെ തൊഴിലവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട്? ഇല്ല, തന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിട്ട് നൽകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്, അല്ലേ? അപ്പം എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്? ഞങ്ങൾക്ക് വീട് വേണം, പിള്ളേരെ പഠിപ്പിച്ചൊരു ജോലി കിട്ടണം ഞങ്ങൾ പിള്ളേർക്ക്. അതാണ് ഞങ്ങൾക്ക് ഒരു ചേച്ചി. അപ്പോൾ ഈ റെയിൽവേ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ ആശങ്കകളാണുള്ളത്? ആശങ്ക എന്ന് പറയുമ്പോൾ നേരത്തെ വല്ലാർപാടം അവിടത്തേക്ക് സ്ഥലങ്ങൾ കൂടി ഒഴിപ്പിച്ചു. അവർക്ക് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെയും അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ആശങ്ക തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ ഒഴിപ്പിച്ച് വിടുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ഉറപ്പാണുള്ളത്? ആദ്യം അവർക്ക് അവിടെ അത് പരിഹാരം നടത്തട്ടെ, എന്നിട്ട് മതി ഞങ്ങളുടെ ഈ കുടി ഒഴിപ്പിക്കൽ. ഇപ്പം മക്കൾ 2 പേര് എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്നത്, ഒരാൾ കൊച്ചാളാണ്. അപ്പോൾ അവർ ഈ ഹാർബർ സംബന്ധിച്ച് ജോലിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സത്യം പറഞ്ഞാൽ ഈ വിഴിഞ്ഞത്തിനകത്ത് ആർക്കും ഇവിടെ ജോലി കൊടുത്തിട്ടില്ല. എത്ര അപേക്ഷകളെന്നറിയാമോ കൊടുത്തിട്ടുള്ളത്? പക്ഷെ ആർക്കും ഒരു ജോലി. ഇപ്പം തന്നെ എൻ്റെ മക്കൾ 2 പേര് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. അവർക്ക് നാളെ എന്താണ് ഈ ജോലി കിട്ടുമോ? കാര്യം ഹാർബറായിട്ട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ചേച്ചി, ഇവിടെ നിന്ന് 17 വീടാണ് നഷ്ടപ്പെടുന്നതെന്നാണ് അറിഞ്ഞത്. 17 വീടല്ലേ?
ഇല്ല 20 വീടെന്നാണ് ഇപ്പം 3 വീടുകൾ വീണ്ടും എഴുതിയിട്ടുണ്ട്. എൻ്റെ പേര് ദേവദാസനാണ്. ഇവിടെ എത്ര പേരാ താമസിക്കുന്നത്? ഇവിടെ ഞങ്ങൾ 5 പേര്, 6 പേരുണ്ട്. മോള് പഠിക്കുന്നത് ഞങ്ങൾ 5 പേര്. ഇപ്പോൾ ഇവിടെ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽ കണക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ആശങ്കകളാണുള്ളത്? നിങ്ങൾ വികസനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് എടുത്താൽ നമുക്ക് വേറെ പണിയില്ലല്ലോ. നമ്മൾ വീട് മാറി നമുക്ക് ഇവിടെ മാറിപ്പോയാൽ നമുക്ക് വേറെ പണിയില്ല, നമ്മൾ വേറെ ജോലി നിറഞ്ഞുകൂടും. മൊത്തത്തിൽ ഇത് നമ്മളിപ്പോൾ എടുക്കാന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറയും ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എല്ലാത്തിനും എളുപ്പമാണ്. നമ്മൾ പണിക്ക് പോകാനും നമ്മളെ കാര്യത്തിന് നമ്മൾ ഇവർ എവിടെ കൊണ്ട് വിടുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പള്ളിയിൽ പോകാനും മക്കൾ സ്കൂളിൽ പോകാനും മറ്റ് ഞങ്ങളമാരുള്ള എല്ലാവരും ഇത് എളുപ്പമുള്ളതാണ്. ഇത് ഇവിടെ എടുത്തിട്ട് എവിടെ കൊണ്ടുവിടും എന്ത് ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങിക്കാൻ തന്നെ ഇവിടെ ഒരിടത്ത് സ്ഥലമില്ല. സ്ഥലം വാങ്ങിക്കാൻ നമ്മളിനി പോകണമെങ്കിൽ അങ്ങ് ഉച്ചക്കടയോ വാലിൻ്റാമർത്തിനോ നമുക്ക് സ്ഥലമെല്ലാം കിട്ടും. അവിടെ നമ്മൾ എപ്പോഴാണ് ഇവിടെ പണിക്ക് വരാൻ? നമ്മളെ മക്കൾ നമ്മൾ ഭാര്യകൾ അവിടെ എങ്ങനെ സുരക്ഷിതമായിട്ട് എങ്ങനെയാണ് കഴിയുന്നത്? നമ്മളിവിടെ പണിക്ക് ഇവിടെ 1 മണിക്ക് 1:30 മണിക്ക് നമ്മൾ പണിക്ക് വരണം. ആ സമയം നമ്മൾ അവിടെ മക്കൾ അവിടെ എന്തൊരു ചെയ്യണം, ഏത് ചെയ്യണം, ഒറ്റപ്പെട്ടായിട്ട് ഇവിടെ ആയിരുന്നാൽ നമ്മളെല്ലാം ഇവിടെ കൂട്ടാൻ വേണ്ടിയിരുന്നതാണ്. ഇവിടെ നമ്മൾ ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിൽ പണിക്ക് പോകാം, എന്തിനും ചെയ്യാം. കാരണം നമുക്ക് ഒറ്റയില്ല, നമ്മളെല്ലാം ഒരാളിന് ഒരു ടൊബ്ലി ഇവിടെ എല്ലാം നമ്മൾ 10-50 വർഷത്തിന് മുമ്പിലാണ് ഇവരെല്ലാം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നമ്മളെ പിരിച്ചു ഒരു തെളിയെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു നിമ്മതി ഇരിക്കില്ല. നല്ല അത് മാത്രമല്ല, നമുക്ക് ഇதை വിട്ട് ഒന്നും നമ്മൾ എടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മുടെ ജീവിതം. ഇവിടെ എന്തായാലും തീരുമാനമായി ഒരു 20 വീട് ഇവിടെ നിന്ന് പോവും എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ പോവാന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് പറയാനുള്ളത്? നമ്മൾ പറഞ്ഞ ഈ പോവാൻ തീരുമാനിച്ചത് ആരും എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലല്ലോ പോകാൻ വേണ്ടി. ഞങ്ങൾ കേട്ടിട്ട് വീട് എടുക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ ഒരു അഭിപ്രായം വിളിച്ച് ചോദിച്ച് നമ്മളവിടെ വന്നു മീറ്റിംഗ് പിന്നെ 14-ാം തീയതി വെച്ചെന്ന് പറഞ്ഞവർ. അപ്പോൾ അവിടെ ഒന്ന് എന്തിനു പറയാൻ നമുക്ക് പറ്റിയില്ല നിങ്ങളെന്തിനാ. പക്ഷേ പോകാനുള്ള ഉറപ്പെടുത്തത് എന്തിനു? ഈ പദ്ധതി 3ാമതെടുത്ത് മാറി 2ാമതെടുത്ത് 3ാമതാണ് ഇവിടെ വന്നത്. വയലിങ്കര എടുക്കുമെന്ന് പറഞ്ഞ് അവിടെ മുല്ലൂർ ഭാഗത്ത് പറഞ്ഞ് അപ്പോൾ ഇവിടെ പിന്നെ കടപ്പുറത്തെ ഈ മനസ്സിലുള്ള ഇടയിൽ വന്നു. ഇവിടെ എന്തിനാ ആര് ചോദിക്കാൻ പറയാൻ ആരില്ലാടുന്നു ഇവിടെ നമ്മളെ ഒതുക്കൂടാൻ പോകുന്നു. അവിടെ നിന്ന് പദ്ധതി ഇവിടെ എന്തിനും തിരിച്ചിങ്ങോട്ട് വരാൻ കാര്യം എന്തിന്? പക്ഷേ നമുക്ക് നമ്മളെ കോടി രൂപ നിങ്ങൾ എന്നാൽ നിമ്മതില്ലാത്ത ജീവിതം നമ്മൾ ജീവിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾ തരണ പൈസ വെച്ച് നമ്മൾ വാഹനം ചെയ്യാൻ പറ്റൂല. മനസ്സിലായേ? നമുക്കെന്ന് പറയുമ്പോൾ ഇതാണ് നല്ല ഇതാണ്. നമുക്കിത് വിട്ട സ്വർഗം എന്നുള്ള ഒരിതുകൊണ്ട് നമ്മളെ ഇടവയ്ക്കും ഞങ്ങൾ ഇതാണ്. ഈ ജീവിതം വിട്ടാൽ പിന്നെ നമുക്ക് സ്വർഗ്ഗം ഇല്ല. ആ സ്വർഗ്ഗത്തൊട്ട് നമ്മൾ എവിടെ പോകാൻ വേണ്ടി? നട്ടത്തിന് നിമ്മതിയാവില്ല ജീവിതകാലത്തിന്. പണം മാത്രം പോരല്ല മക്കളെ, പണം മാത്രം പോരാ, സന്തോഷം ഇതെല്ലാം വേണം. പക്ഷേ നമുക്കിതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മൾ പോയാൽ നമുക്ക് സന്തോഷം കിട്ടൂല. അട്ടിമറിക്കുള്ള ഇത് പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവക മൊത്തം ജനങ്ങൾ ഒന്നടങ്കം ഇതിനു വേണ്ടി പ്രയത്നിക്കുകയാണ്. ഒരു കാര്യം നടക്കുന്നില്ല. 15ാമത്തെ വയസ്സിൽ ആൾ കടലിൽ ഇറങ്ങിയതാണ്. അമ്മയാണ് ക്യാൻസർ, അച്ഛനാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റൂല, 80 വയസ്സായി. അപ്പം 23 വയസ്സുള്ള മക്കളുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്ത് എല്ലാവർക്കും പ്രാരാബ്ദങ്ങളുണ്ട്. ഈ പെട്ടെന്ന് 19 വീട് നിങ്ങൾ ഒഴിപ്പിക്കാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പം അമ്മയ്ക്കും പപ്പയ്ക്ക് രാത്രിയൊക്കെ ഉറക്കമില്ല, ചുമ്മാ കയറി നടക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്ന് എങ്ങോട്ട് പോകാൻ വേണ്ടി? നിങ്ങളുടെ കോടികളോ നിങ്ങളെ ലക്ഷങ്ങളോ തന്നല്ല, ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾ കണ്ടു ഉണർന്ന ഈ കിടപ്പാടം മാത്രം മതി. കടലിൽ പോകാനും വണ്ടി ഓടിക്കാനൊക്കെ അറിയില്ല. നമ്മളിവിടുത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികളും അങ്ങനെയാണ്. പെട്ടെന്ന് അപ്പോൾ അതായത് ഞങ്ങൾ മത്സ്യത്തൊഴിലാകുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കില്ല, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ ഇത്രയും ആക്കി കൂട്ടുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ ഇവിടെ വിട്ട് പോകാൻ വേണ്ടി ഒട്ടും മനസ്സില്ല. ഞങ്ങൾ എല്ലാവർക്കും അങ്ങനെ തന്നെ. ഈ 19 വീട് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനം വേണ്ട. എത്രയും വേറെ സ്ഥലങ്ങളുണ്ട്, വഴികളുണ്ട്. നമ്മളെ ഉപജീവന മാർഗമാണ്, നമ്മളെ കുലത്തൊഴിലാണ്. ഇത് വിട്ടാൽ ഇപ്പം കടപ്പുറത്തെ അരി പോയി തെങ്ങ് കയറാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് പറ്റില്ല. അല്ല, ഇതറിഞ്ഞിട്ടുള്ള വേറൊരു ജോലിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം മോഹന വാഗ്ദാനങ്ങൾ തന്നാലും നമുക്ക് പറ്റൂല. നമുക്കത് വേണ്ട, നമുക്കിത് മതി. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ പദ്ധതിപരമായിട്ടുള്ള ഇപ്പം ഞങ്ങൾ കടപ്പുറം തന്ന് ഞങ്ങളുടെ വിഴിഞ്ഞ മൊത്തം ഇതിന് ഈ പദ്ധതിക്കായിട്ട് തന്നായി. പിന്നെ നമ്മൾ അന്തി ഉറങ്ങുന്ന ഈ വീടും കൂടെ തന്നാൽ ഞങ്ങൾ എവിടെ പോകാൻ വേണ്ടി? ഇത് ഇപ്പം നല്ല സംരംഭം അല്ലെങ്കിൽ നമ്മളെ നല്ല ഒരു പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ നാടിന് വേണ്ടിയുള്ള ഇതിക്ക് വേണ്ടി നമ്മളെല്ലാം തന്നായി. കിടപ്പാടം ഇത് എത്രയോ ഇടങ്ങളിൽ കിടപ്പാടം എടുത്തായി. നമ്മളെ കടപ്പുറം തന്നായി, നമ്മളെ കടൽ വരെ തന്നായി. ഇപ്പം നേരെ ചെയ്ത കടലിൽ പണിക്ക് പോയാൽ പോലും ഉപജീവന മാർഗത്തിന് കഷ്ടിച്ചാണ് അവർ വീട്ടിൽ വരുന്നത്. അത്രയ്ക്കും പാടാണ്, നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം നമ്മൾ ഓർമ്മിച്ച കാലം തൊട്ട് നമ്മൾ ഇതിലേക്ക് കിടന്ന് ഇപ്പം ഈ പണി ചെയ്തതിന് ശേഷം ബാക്കിലൊക്കെ കാണാം സൺസൈഡൊക്കെ വീടെല്ലാം ചോർച്ചയാണ്. അപേക്ഷ കൊണ്ട് കൊടുത്ത് ഇതുവരെ അദാനിയെ ഗവൺമെൻറ് നമുക്ക് എതിരായിട്ട് ഒന്നും തന്നിട്ടില്ല. അങ്ങനെ ഈ ചോർച്ച കാരണമാണ് 1,80,000 രൂപ കൊടുത്ത് നമ്മൾ മുകളിൽ റൂഫ് അടച്ചത്. അവിടെ അദാനിയിൽ നിന്ന് പിള്ളേരൊക്കെ വന്ന് ഫോട്ടോസ് വരെ ഒന്ന് എടുത്തിട്ട് പോയി. അതിനുശേഷം ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. ഈ സൺസൈഡെല്ലാം വെടിച്ച് വിള്ളലാണ് നമ്മുടെ വീടെല്ലാം, ബാക്ക് സൈഡെല്ലാം. ഇവിടെയൊക്കെ നമ്മൾ ടെറസിൻ്റെ വീടാണ്. മഴ പെയ്യുമ്പോൾ പാത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഈ പണി കാരണം അത്രയ്ക്ക് നമ്മൾ ബുദ്ധിമുട്ടി അനുഭവിച്ചിട്ടുണ്ട്.
അത് അന്ന് നമ്മൾ കളക്ടർ അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. കിടപ്പാട് ഒഴിച്ചുള്ള എന്ത് പദ്ധതിക്കാണെങ്കിൽ ഞങ്ങൾ പ്രതികൂലമായി ഞങ്ങൾ അനുകൂലിക്കാം. അത് തന്നെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കടലിൻ്റെ അടുത്തുള്ള വീടെല്ലാം ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ്. ഈ സ്വർഗ്ഗം വിട്ടിട്ടുള്ള ഒരു പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾ ലക്ഷങ്ങൾ കോടികൾ തന്നാൽ പോലും അതിന് പകരമാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ദയവ് ചെയ്ത് ഒഴിവാക്കുക. അതുകൊണ്ട് ഞങ്ങളുടെ ഭവനം ഞങ്ങളിലേക്ക് തിരിച്ചു തരിക. ഞങ്ങൾ എങ്ങനെയെങ്കിലും കടലിൽ പോയി കഷ്ടിച്ച് ഞങ്ങൾ ജീവിക്കാം. ഞങ്ങൾ അതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ രോഗിയെ അമ്മയും കൊണ്ട് അച്ഛനെയും കൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ദൂരങ്ങളിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഇല്ല. ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. അമ്മയ്ക്ക് ഒരു ക്യാൻസർ രോഗിയാണ്. അമ്മയ്ക്ക് 50 വയസ്സായി, 23 വയസ്സായ മക്കളുണ്ട്. നമ്മളെ വിടുന്നില്ല. ഇവിടെ മൊത്തം ഈ കടൽ മേഖലയിലെല്ലാം ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും എല്ലാം ഉണ്ട്. നമ്മൾ കടൽ കൊടുത്തായി, നമ്മുടെ നാടിനെ തന്നെ നമ്മൾ കൊടുത്തായി. വീണ്ടും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മാത്രം ഫോക്കസ് ചെയ്ത് ഇവരെന്തിനാ ഈ പദ്ധതിയുമായിട്ട് വരുന്നത്? വേണ്ട. എവിടെ വേണമെങ്കിൽ നമ്മൾ സംസാരിക്കാം. പക്ഷേ പൊതുവേദിയിലേക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു വിറയലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാത്തത്. അന്ന് അത്രയേറെ സങ്കടത്തോടെയാണ് തിരിച്ചു വന്നത് പഞ്ചായത്ത് ഇപ്പം ഒരു ഹിയറിംഗ് നടന്നപ്പോൾ. അതിന് നമ്മൾ അഹങ്കാരം കൊണ്ട്, ഈഹം കൊണ്ട്, അല്ലെ പിടിവാശി കൊണ്ട് ഞങ്ങൾ സംസാരിക്കണമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കിടപ്പാട വേണം. ഞങ്ങൾക്ക് ഇത് വിട്ട് വേറെ ഒന്നും ഇല്ല. ജീവിതം കടൽ കൊണ്ട് ജീവിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് അപേക്ഷിക്കുകയാണ് ഗവൺമെന്റിനോട്, അദാനിയോട്, ഞങ്ങളുടെ കിടപ്പാട് ഞങ്ങൾക്ക് തരിക. ഈ പ്രോജക്റ്റ് എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പൊതുസ്ഥലങ്ങളുണ്ട്, വയലും കരയുണ്ട്, എവിടെയെല്ലാം പദ്ധതിയും കാര്യങ്ങളുണ്ട്. ഈ 19 വീടിനെ മാത്രം ഫോക്കസ് ഈ ഏരിയയിൽ മാത്രം കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് വിട്ടുതരാൻ മനസ്സില്ല. കോടികൾ വാഗ്ദാനം ചെയ്താൽ പോലും ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ തരുന്നില്ല. ഇപ്പോൾ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഈ വീടും ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞു. അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് റെയിൽവേക്ക് വേണ്ടി ഈ വീട് കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞങ്ങൾ ഈ കടലുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയാണ്. അതായത് ഈ സമയത്ത് 12 അല്ല 1 മണിക്ക് 2 മണിക്ക് ഞങ്ങൾ പണിക്ക് പോയിട്ട് ഇന്ന് വന്നത് നേരത്തെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ 5, 6 മണി 7 മണിയൊക്കെ ആവും രാത്രി. മീൻ കിട്ടുന്ന പോലെ നേരത്തെയും വരും, സന്ധ്യയാകുമ്പോഴും വരും. ഇപ്പം ഇതിനെ വിട്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഒഴിപ്പിച്ച് വിട്ടാൽ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഇവർ നേരത്തെ പറഞ്ഞിട്ടുള്ളത് വയലുംകര കൂടിയാണ് റെയിൽവേ വരണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇവർ എന്തുകൊണ്ട് മാറ്റിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പം പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ഇതിലെയാണ് റെയിൽവേ വരുന്നത്. അതുകൊണ്ട് ആരോടും ഒരു കാര്യം മുന്നറിയിപ്പില്ലാതെ വന്നിട്ടാണ് അവർ നോട്ടീസൊക്കെ അയച്ചത്. നോട്ടീസ് എങ്ങനെ ഇവർ വെച്ചിട്ട് ഞങ്ങളുടെ പേര് അഡ്രസ്സൊക്കെ എടുത്തെന്നറിയില്ല. വില്ലേജിൽ അന്വേഷിച്ചപ്പോൾ വില്ലേജുമായിട്ട് ഏതൊരു ബന്ധമില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പോയി ചോദിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോഴ് ഞങ്ങളുടെ ഈ കുറച്ചുപേർ കൈപ്പറ്റി, കുറച്ചുപേർ കൈപ്പറ്റിയില്ല. എന്നിട്ടും ഇപ്പം മിനിഞ്ഞാന്ന് 19-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചായിരുന്നു. അവിടെ പോയപ്പം ചർച്ചയായി, ഒന്നും ഒതുങ്ങിയിട്ടില്ല. വീണ്ടും അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഈ 19 വീട്ടുകാർക്കും ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഈ 19-ാം തീയതി പബ്ലിക് ഹിയറിംഗ് നടക്കുന്നതിന് മുന്നേ വരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ നിങ്ങളുടെ വീട് ഉൾപ്പെടെ ഇവിടെ കുറേ പേരുടെ വീട് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ നോട്ടീസ് അയച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടവയുമായിട്ട് അറിയിച്ചപ്പോൾ ഇടവക്കാർ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഞങ്ങൾ അറിയാതെയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ശരി, അവർ 19-ാം തീയതി വിളിച്ചിരിക്കുകയല്ലേ, നമ്മൾ അവിടെ പോകാതിരിക്കേണ്ട, പോയിട്ട് അവിടെ എന്താണെന്ന് നമ്മൾ കാര്യങ്ങൾ അറിയാം. അല്ലായിരുന്ന കാര്യം എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഈ വീട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സഹോദരിമാർക്ക് നെഞ്ചുവേദനയും ശരീരം തളർച്ചയായിട്ടൊക്കെ അവർ കിടന്നു. അതിലൊന്ന് ഈ ചേച്ചിയാണ്. താഴെ 3-4 വീട്ടുകാർ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടലുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ എവിടെ പോയി ജീവിക്കും? ഞാൻ അന്ന് മീറ്റിങ്ങിന് ചോദിച്ചപ്പോൾ അവർ ആരും മറുപടി ഒന്നുമില്ല. കടലുകൊണ്ട് ജീവിക്കുന്ന ഞങ്ങൾ മേളിൽ പോയാൽ വിളവെട്ടാൻ ഞങ്ങൾക്കറിയോ? ഈ വിളവെട്ടുന്നവരെ കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ അവർക്കറിയോ? അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതി മാറ്റിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാകും. ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടെന്നാണ്, 100% വേണ്ടെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഭർത്താക്കന്മാർ കടലിൽ പോയി നമുക്ക് മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വേറൊരു തൊഴിൽ നമുക്കറിയില്ല. നമ്മുടെ പൂർവികരുടെ തൊഴിലാണ് മത്സ്യബന്ധനം. ആ തൊഴിൽ തന്നെ അവരുടെ മക്കളും പഠിച്ചു. അപ്പോൾ അതിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം പെട്ടെന്നിരുന്ന ഉടനെ ഞങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു പേപ്പർ വന്നു. എന്തെന്നറിയാതെ ഞാൻ ഒപ്പിട്ട് വാങ്ങിയപ്പോൾ അവർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, റെയിൽവേക്ക് വേണ്ടി ഇത് സ്ഥലം എടുക്കണം, ഹിയറിങ്ങിന് പോകണം. അപ്പം ഞങ്ങൾക്ക് ഈ വീട് വിട്ടിട്ട് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് കടലിൽ പോകുന്നത് ചില സമയങ്ങളിൽ ചാകര രാത്രിയിലായിരിക്കും, യാതൊരു സമയത്തൊന്നില്ല. എന്തെങ്കിലും മീനുണ്ടെന്നറിഞ്ഞാൽ ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ ഓടിപ്പോകും. അവർ ഓടിപ്പോകുമ്പോഴേ പിന്നെ അവർ മീനും പിടിച്ചിട്ടേ വരത്തുള്ളൂ.
അപ്പം ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വണ്ടിയൊക്കെ പിടിച്ചല്ലേ വരാൻ പറ്റൂ, വണ്ടിയൊക്കെ കയറിയല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുക. അപ്പോഴേക്ക് ചാകര കഴിയും. അപ്പം ഞങ്ങൾ എങ്ങനെ ജീവിക്കാം? വികസനം നല്ലതാണ്. ഞങ്ങളെ കുടി ഒഴിപ്പിച്ചിട്ടൊരു വികസനം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ തലചായ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പണിത വീടാണ്. ഈ വീട് കൊടുത്തിട്ട് ദൂരെ എവിടെയെങ്കിലും മാറിപ്പോകുന്നെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വീടാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാറിക്കൊടുക്കുമോ? നിങ്ങൾ സഹിക്കാൻ പറ്റുമോ അത്? അതുകൊണ്ട് ഇന്നാൾ പറഞ്ഞത് കടലിൽ നിന്നാണ് സ്ഥലം എടുക്കുന്നത്, കരയിൽ നിന്ന് ഒരു വീട് പോലും ഒഴിപ്പിക്കില്ല എന്നാണ് ഇവിടെ തന്നെ പറഞ്ഞിരുന്നത്. ഇപ്പം കടലിൽ നിന്ന് എടുക്കുന്നത് ഞങ്ങളുടെ ഉപജീവന മാർഗം ബുദ്ധിമുട്ടിച്ച് ഞങ്ങളുടെ വീടുകളും എടുക്കാൻ വേണം. അപ്പോൾ ഞങ്ങൾ എവിടെ പോയി ജീവിക്കാൻ? നിങ്ങൾ എവിടെയാണ് പോയി ജീവിക്കാൻ? സഹോദരൻ പറഞ്ഞു ഞങ്ങൾക്ക് വിളവെട്ടാൻ അറിയാമോ? ഞങ്ങൾ ഉപജീവന മാർഗം കൊണ്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നതും ഞങ്ങളുടെ മക്കളുടെ കല്യാണം കഴിച്ചു കൊടുത്തതും എല്ലാം ഞങ്ങളുടെ ഉപജീവന കടലിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. അല്ല ഞങ്ങൾക്ക് ശമ്പളമോ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ടവരെ ഒരുപാട് കൊല്ലല്ലേ, ഇത്രയും ഞങ്ങൾ സഹിച്ച്. അപ്പോൾ ഞങ്ങൾ കടൽ പോലും ഞങ്ങൾക്കില്ല. ഇപ്പോൾ കര ഉണ്ട്, ഞങ്ങളുടെ വീട് പോലും പിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഞങ്ങൾ എന്തൊരു ചെയ്യും? 4-5 കുടുംബം താമസിക്കുന്ന വീട്. എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഇവിടെ വരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ വീടാണ് നഷ്ടപ്പെടുന്നത്. അപ്പം ഒരുപാട് ഫാൾട്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ നോക്കിയാലും ഞങ്ങളുടെ മക്കൾ ഏകദേശം 1 കിലോമീറ്ററിനകത്തുള്ള സ്കൂളിലാണ് ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ ജോലി മേഖല നോക്കിയാലും തൊട്ടടുത്താണ് കടലിരിക്കുന്നത്. കടൽ കൊണ്ടുള്ള വരുമാനമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഇവർ എത്ര തന്നെ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞിരുന്നാലും അതിനൊപ്പത്തിനൊപ്പം നമുക്ക് നീങ്ങാൻ പറ്റില്ല. പാരമ്പര്യമായിട്ട് കിട്ടിയൊരു വീടാണ്. എൻ്റെ അമ്മയുടെ ജനനം, ഞങ്ങളുടെ ജനനം, അത് കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുടെ ജനനവും ഈ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള ഈ വീട് നഷ്ടപ്പെടുമ്പോഴുള്ള നഷ്ടം അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നഷ്ടം തന്നെയാണ്. പിന്നെ എത്ര തന്നെ കാശ് തന്ന് നമ്മൾ മേളിലോട്ട് കയറിയാലും ഇതിനൊപ്പമുള്ള അതിനനുസരിച്ചുള്ള ഒരു ഭവനം വീണ്ടും പടുത്തുയർത്തണമെങ്കിൽ അതും ഒരു കഷ്ടം തന്നെയാണ്. ഏകദേശം ഈ വീട് കെട്ടി 2 വർഷം പോലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ അത്രയും പുതിയതായിട്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി കടങ്ങളൊക്കെ വാങ്ങിയാണ് ഈ വീട് വച്ചിരിക്കുന്നത് പോലും. അപ്പോൾ അതൊക്കെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു മാറ്റം നമുക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അത് അത്രയും നഷ്ടം ഉണ്ടാവുകയാണ്. പിന്നെ മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് വരുമാന മാർഗം തേടി വീണ്ടും വരാൻ കിലോമീറ്ററുകളോളം വീണ്ടും യാത്ര ചെയ്ത് തന്നെ വരണം ഇങ്ങോട്ട്. മക്കളെ സ്കൂളിൽ വിടണമായിരുന്നാലും എത്രത്തോളം സുരക്ഷിതത്വമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ദൂരത്ത് വീടുകളിൽ ഇരുന്നിട്ട് നമ്മൾ മക്കളെ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് അവിടെ ഫീൽ ആവുന്നില്ല, സുരക്ഷിതത്തോടെ പറയാൻ പറ്റത്തില്ല, ഉറപ്പില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഇവിടത്തുള്ള മാറ്റം. ഓപ്ഷണലായിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അഥവാ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് ജോലി, അതിനനുസരിച്ചുള്ള ജോലി വേണം. അപ്പം നമുക്ക് ഇതിനനുസരിച്ച് തൊട്ടടുത്തുള്ള സ്ഥലം അന്വേഷിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. അവർ നമുക്ക് സ്ഥലം വാഗ്ദാനം ചെയ്യണം, നമുക്ക് ജോലി വാഗ്ദാനം ചെയ്യണം, അതിനനുസരിച്ചുള്ള നഷ്ടപരിഹാരങ്ങൾ നമുക്ക് കിട്ടണം. എല്ലാ തരത്തിലും നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ സ്ഥലം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷനും അവർ തരേണ്ടത് അവരുടെ ഉത്തരവാദിത്വമല്ലേ. വിഴിഞ്ഞം ഇടവക വികാരി ഡോക്ടർ നിക്കോളാസ് നമ്മളോട് ചേരുന്നുണ്ട്. ഫാദർ, നമ്മൾ ഈ 20 വീട്ടിലുള്ള ആൾക്കാരെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അവർക്കൊന്നും ഇവിടെ നിന്ന് മാറുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം ഇതിനെ സംബന്ധിച്ച് ഫാദറിൻ്റെ നിലപാട് എന്താണ്? എൻ്റെ നിലപാട് അവരുടെ അഭിപ്രായം തന്നെയാണ് എൻ്റെയും നിലപാട്. കാരണം അവരുടെ തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു. അവരുടെ ഉപജീവനം ഇവിടെയാണ്, അവരുടെ ദേവാലയം ഇവിടെയാണ്, അവരുടെ സിമിട്രി ഇവിടെയാണ്, അവരുടെ സ്കൂൾ ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി വേരുകളോടുകൂടി ഉറപ്പിച്ചിരിക്കുന്ന ഒരു വിഭാഗം ജനത്തെ ഇവിടെ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ അവർക്ക് മേ ബി ഒരു ഷോക്ക് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. നമ്മൾ ആ ഭാഗം വളരെ കൃത്യമായി പരിഗണിക്കുകയും ഞങ്ങൾ പല പ്രാവശ്യവും ഇവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആൾവാസമില്ലാത്ത സ്ഥലത്തുകൂടെ വേണം റെയിൽവേ അലൈൻമെൻറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ പലപ്പോഴും അവരോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട ഞങ്ങളുടെ കൗൺസിൽ മെമ്പർ ഷാജി വളരെ കൃത്യമായിട്ട് ഇതിനുവേണ്ടി ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ ആ മീറ്റിങ്ങിന് വന്നിട്ട് അവർ തിരിച്ചാണ് പറഞ്ഞത്. അത് പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ജനം പറയുന്നത് നമ്മൾ കേട്ട് മനസ്സിലാക്കണം. അത് അവിടെ റഞ്ചു എന്നൊരു സഹോദരി പറയുന്നുണ്ടായിരുന്നു, ഇത് ആൾതാമസമില്ലാത്ത വയലിൻകരയിലൂടെയാണ് വരേണ്ടിയിരുന്നത്, എന്തുകൊണ്ട് ഇവിടെ ആക്കി എന്ന് പറയുമ്പോൾ
ഇത് ചെയ്യുന്നവർക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്. കാരണം ഒരു വിഭാഗം ജനത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാനും നശിപ്പിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും ഇതിനെ കണ്ടുകൂടാന്നില്ല. അവർ വേറെ ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന കുറേ ജനങ്ങൾ തന്നെ ഇവിടെ നിന്ന് മാറി ബാലനാപുരം കഴിഞ്ഞ് ഒക്കെ താമസിക്കുന്ന ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. അവർക്ക് ജോലി കിട്ടത്തില്ല, ഒരു സാംസ്കാരികമായിട്ട് അവർ മറ്റൊരവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് അവരുടെ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഫാദറിന് ഇതിനെ സംബന്ധിച്ച് അധികാരികളോട് എന്താണ് പറയാനുള്ളത്? അധികാരികളോട് എനിക്ക് പറയാനുള്ളത്, വിഴിഞ്ഞം ജനത മാത്രമല്ല ഈ തിരുവനന്തപുരത്തെ തീരദേശ മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളെല്ലാവരും വികസനത്തിന് എതിരല്ല, അനുകൂലം തന്നെയാണ്. അവരുടെ കിടപ്പാടവും അവരുടെ തൊഴിലും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും അവർ കൊടുത്തു. നിങ്ങൾക്ക് മനസ്സിലാകും, VSSC അവരുടെ ദൈവാലയവും സിമിത്തേരിയും സ്ഥലവും എല്ലാം കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് പോലും അവിടെ ഈ അവസാന നാളുകളിലാണ് പട്ടയം കൊടുത്തത്. കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെയൊക്കെ ശ്രമത്തിലാണ് പട്ടയം കൊടുത്തത്. ആ സ്ഥലം എടുത്ത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എയർപോർട്ട്, ടൈറ്റാനിയം, ഇതെല്ലാം ഈ ജനതയുടെ വളരെ വലിയൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വിഴിഞ്ഞത്തെ ആൾക്കാരും ഇത് കൊടുത്തിരിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ പുല്ലുവിള, പൂവാറ് ഈ ഭാഗങ്ങളിൽ ഇതെല്ലാം അഫക്റ്റഡാണ്. എങ്കിൽ പോലും ജനങ്ങളത് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഇതെല്ലാം ഒരു വിഭാഗം ജനത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ വിഭാഗത്തെ ഈ ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ശ്രമമാണോ എന്നറിയില്ല. ഒരുപക്ഷെ ഒരു ഹിഡൻ അജണ്ട അതായിരിക്കണം, അങ്ങനെ തോന്നുന്നു ഇത് കാണുമ്പോൾ. അതുപോലെ ഈ വിഭാഗത്തിലുള്ള ആളുകൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കൃത്യമായ മറുപടിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 8 കൊല്ലമായി വിഴിഞ്ഞ ഇടവകക്കാർ 18 ആവശ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 5 ആവശ്യങ്ങളുമാണ് ഭാഗികമായിട്ട് നടന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നതാണ് ഇതിൻ്റെ താഴെയുള്ള ഓട. അവിടെ പോലും കാശ് കൊടുക്കാനില്ലാതെ കോൺട്രാക്ടർ നിർത്തിയിരിക്കുകയാണ്. അവിടെ അതിൻ്റെ സാംക്രമിക രോഗങ്ങൾ പിടിപെടായിരുന്ന ഭാഗ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, അധികാരികൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഇതാണ്, ഈ മത്സ്യമേഖലയിലെ ജനം എവിടെ നിന്നെങ്കിലും വന്ന് താമസിക്കുന്ന ആളുകളല്ല. അവരും ഈ മണ്ണിൻ്റെ മക്കളാണ്, ഇവിടെ ഉള്ളവരാണ്. അവർക്കും അവരുടെ ജന്മാവകാശമുണ്ട്, അവരുടെ രാജ്യമാണിത്, അവരുടെ സ്റ്റേറ്റാണിത്. അതുകൊണ്ട് അവരോടൊരു രണ്ടാംകിട മനോഭാവം അല്ലെങ്കിൽ 3ാം തരം മനോഭാവം പുലർത്തുന്ന രീതി ശരിയല്ല. 18 ആവശ്യങ്ങൾ പറഞ്ഞിട്ട് തരാം, ചെയ്യാം, നോക്കാമെന്ന് പറഞ്ഞാൽ கொஞ்சം നടന്നിട്ടില്ല. നാളെ ഇവരെ മറ്റൊരു ഇതിലോട്ട് വലിച്ചിഴയ്ക്കുകയും പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും അത് ഒരു പരിധിവരെ സമൂഹങ്ങൾ തമ്മിലുള്ള സ്പർദ്ധതയ്ക്ക് തന്നെ കാരണമാക്കുകയും ചെയ്യുന്നുണ്ട്. അധികാരികളത് വിവേചനപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ നൽകി തരേണ്ടതാണ്. അന്ന് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഈ ഇവിടെയൊക്കെ വീടുകൾ എടുക്കുമ്പോൾ 2013 നിയമം അനുസരിച്ചാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്ന്. 2013 കഴിഞ്ഞ് 2024 11 കൊല്ലം കഴിഞ്ഞു. എന്തുമാത്രം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കാണണം. അപ്പോൾ നിയമം വരുമ്പോൾ അതിൻ്റെ അക്ഷരത്തിലല്ല, അതിൻ്റെ ആത്മാവിൽ നടപ്പിലാക്കാൻ വേണ്ടി, അതിൻ്റെ സത്തയിൽ നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കണം. അത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ജനത്തെ വെറുപ്പിച്ചുകൊണ്ട് അധികാരികൾ മുന്നോട്ട് പോകുന്നത് ഒരധികാരിക്കും ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അധികാരികൾ ജനങ്ങൾ എന്താ പറയുന്നതെന്ന് കേട്ട് മനസ്സിലാക്കി, ആരുടെയും ഔദാര്യമൊന്നും ചോദിക്കുന്നില്ല, അവകാശമാണ് ചോദിക്കുന്നത്. അപ്പോൾ അന്ന് മീറ്റിങ്ങിനവർ പറഞ്ഞതാണ്, അവിടെ പോർട്ടിന് വേണ്ടി, കൊച്ചിയിലെ പോർട്ടിന് വേണ്ടി മൂലമറ്റത്തെ ആൾക്കാരിപ്പോഴും വീടും കുടിലില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്ങൾ ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് അധികാരികളോട് എനിക്ക് പറയാനുള്ളത് ഷോർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ. അധികാരികളാക്കിയത് ജനങ്ങളാണ്. അപ്പോൾ ജനങ്ങളെ കേട്ട്, ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യങ്ങളോട്, ന്യായമായ ആവശ്യങ്ങളോട് അവർ കൃത്യമായി പ്രതികരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ജനം സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ തുറമുഖം വന്ന സമയത്തും 50% ആളുകൾക്ക് തൊഴിലവസരം, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരം വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അത് എത്രത്തോളമാണ് നടപ്പിലാക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ടാണ് ഈ തുറമുഖത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവരുടെ സഹകരണത്തോടെ നടന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ 50% ആർക്കും തൊഴിൽ കൊടുത്തിട്ടില്ല.
വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഈ അടുത്ത കാലങ്ങളിൽ ലാഷർ, അതുപോലെ തന്നെ മൂറിങ് ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ളത് വളരെ വളരെ ചുരുക്കമാണ്. ഒരു 50 ആളുകളെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു ബലമായ സംശയമാണ്. 23 ഒരു 10 33 ഒക്കെ ആണെന്ന് തോന്നുന്നു എൻ്റെ അറിവിലുള്ള നമ്പർ. ഇനി അത് പരിശോധിക്കണം. അല്ലാതെ ഇതുകൊണ്ട് തൊഴിൽ കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്തുമാത്രം കിട്ടുമെന്നുള്ളത് കണ്ടറിയാം. അത്തരത്തിൽ തന്നെ ആയിരിക്കും റെയിൽവേ വന്നു കഴിഞ്ഞാൽ വാഗ്ദാനം പാലിക്കപ്പെടാതിരിക്കാനുള്ള സാധ്യതയെന്നും ഫാദറിന് തോന്നുന്നുണ്ട്. അക്കാര്യത്തിൽ വളരെ കൃത്യമാണ്. റെയിൽവേക്കുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞുള്ള സഹകരിക്കാമെന്ന്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും രേഖാമൂലം ക്രമീകരിച്ച് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്താതെ ജനം ഇവിടെ നിന്ന് മാറില്ല. അത് സംശയമൊന്നും വേണ്ട. ഇനിയും പറഞ്ഞ് പറ്റിച്ചു പോകാനൊന്നും പറ്റില്ല. കൊടുക്കേണ്ടത് എന്താണ് ജനങ്ങൾ സമ്മതിക്കുമെങ്കിൽ അവരോടൊപ്പം അവരെ ശരിയായ രീതിയിൽ നമ്മൾ അവരോട് മനസ്സിലാക്കി കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. അത് കൊടുത്ത് തുടങ്ങി അത് എവിടെ വരെ എത്തണം എന്നുള്ളതിനും വളരെ നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നിന്നൊരു 19 വീടുകളിൽ ആൾക്കാരും മാറ്റുന്നത് എവിടെ താമസിപ്പിക്കാൻ പോകുന്നത്? ഇവരെ എവിടെ താമസിപ്പിക്കാൻ പോകുന്നു? സ്ഥലത്തിന് ഭയങ്കര വിലയായി കഴിഞ്ഞു. 15-20 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത്. എവിടെ നിൽക്കും? അതുകൊണ്ട് ചെയ്യേണ്ടതാണ് അവർക്കൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണം. ഗവൺമെൻറ് സ്ഥലങ്ങളുള്ള സ്ഥലത്ത് നിന്ന് നോട്ടിഫൈ ചെയ്ത് ഏറ്റെടുത്ത് ടൗൺഷിപ്പ് ഉണ്ടാക്കി അവരുടെ വാസം ഉറപ്പിക്കണം. അത് കഴിഞ്ഞ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്, അവരുടെ തൊഴിൽ കാര്യമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൃത്യമായ ഒരു പരിഹാരം കാണാതെ ജനങ്ങൾ പോകുമെന്ന് ഒരു ഉറപ്പും എനിക്കില്ല. ാണ് ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത്. വികസനത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും എന്നാൽ വല്ലാർപാടം, കൂടംകുളം, കൊച്ചിൻ ഷിപ്പ്യാർഡിലെയൊക്കെ ഇപ്പോഴും ദുരിതം പേർന്ന മനുഷ്യരുടെ മുഖങ്ങൾ അവരെ തങ്ങളുടെ സ്ഥലം വിട്ടു നൽകുന്നതിൽ നിന്നും പിന്നിലേക്ക് വലിക്കുകയാണ്. തങ്ങളെ ഇത്രയും കാലം പോറ്റിയ കടലും കടൽ ഉപജീവനവും വിട്ട് മാറി താമസിക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. തങ്ങൾക്കാകെ അറിയുന്ന തൊഴിലും തങ്ങളുടെ വേരുകൾ അവശേഷിക്കുന്നതും ഈ കടലിനോട് ചേർന്നൊക്കെ തന്നെയാണെന്നത് ഇവരെ ഇവിടെ നിന്നും മാറുന്നതിൽ നിന്നും സങ്കടക്കയത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്തായാലും ഇവരുടെ ഉത്കണ്ഠകളും ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടുള്ള ഒരു വികസന മാതൃക തന്നെ ആകട്ടെ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിഴിഞ്ഞത്ത് നിന്നും GTVക്ക് വേണ്ടി നീതു UV.